അല്ല, പെട്ടെന്ന് രാവിലെയാണ് അറിഞ്ഞത്. അദ്ദേഹം ഞാൻ അന്വേഷിച്ചപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഡയാലിസിസിന്. അപ്പോഴൊരു അസ്വാസ്ഥ്യം തോന്നിയിട്ട് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്. നമ്മളുടെ അടുത്ത കാലത്ത് അമൃതയെ പോയിരുന്നു. എനിക്കൊരു സുഖമില്ലാതായപ്പോഴാണ് ഞാൻ പോയത്. അന്ന് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. കാര്യം അദ്ദേഹം ഒരു കാലിലെ തുടയിലൊരു സർജറി കഴിഞ്ഞ് ICUവിലായിരുന്നു. ശ്രീനിവാസനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു ടീമായിരുന്നു ഞാൻ, ശ്രീനിവാസൻ, പ്രിയദർശൻ, സത്യൻ അന്തിക്കാടൊക്കെ, ഇന്നസെൻ്റൊക്കെ. പക്ഷേ എന്നെക്കാട്ടിലും കൂടുതൽ ശ്രീനിക്ക് അവരുമായിട്ടാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സത്യേട്ടനും പ്രിയേട്ടനും ഒക്കെ ആയിട്ടാണ്. നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം. ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എനിക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും. സിനിമാ നടൻ എന്നുള്ളതിലല്ല, ഞങ്ങൾ ചേർന്ന് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപക്ഷെ മലയാള സൊസൈറ്റിക്ക് ഒരുപാട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ സൊസൈറ്റിക്ക് നേരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതൊരു കാണുമ്പോൾ വളരെ തമാശ പടങ്ങളാണേലും അതിൻ്റെ ഉള്ളിലൊരു ഉൾക്കാമ്പുള്ള സിനിമകളായിരുന്നു ശ്രീനി എഴുതിയിരുന്നത്. സിനിമയെ വളരെ ഡിഫറെൻ്റായിട്ട് കണ്ട ആളാണ്. ജീവിതത്തെ വളരെ ഡിഫറെൻ്റായിട്ട് കണ്ട ആളാണ്. ഒരു പ്രത്യേക സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. വളരെയധികം ഹ്യൂമറിലൂടെ ജീവിച്ച ഒരാളാണ്. നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ സങ്കടം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറേ കാലമായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്.